കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ പാറ്റ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയെ മർദ്ദിക്കുന്ന രംഗമാണ് കാണുന്നത് ജയ്പൂരിൽ. അദ്ദേഹം അവിടെ ഒരു ജനക്കൂട്ടത്തിന് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നു. അതിനിടയ്ക്ക് ഈ BJPയുടെ ആൾക്കാർ അനുയായികൾ ഞൊഴിഞ്ഞു കയറി ഒരു അവസരം ഉണ്ടാക്കിയത് അയാളെ തല്ലുകയാണ്. ആകെപ്പാടെ 2-3 പോലീസും ഉള്ളൂ. അവർ ചെറുപ്പക്കാരൊക്കെ വളരെ സമാധാനമായിട്ട് അവിടെ ഒരു പ്രകടനം നടത്താൻ ഒരു ഗെറ്റ് ടുഗദർ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഒരു മനുഷ്യനെ മർദ്ദിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, അയാൾ മുകളിലേക്ക് ഉയർന്നു വരുന്നു. അപ്പോൾ അയാളെ തല്ലി ഓടിക്കാൻ നോക്കുകയാണ് ഈ ഭരണപക്ഷം അല്ലെ BJP എന്ന് പറയുന്ന ഈ പാർട്ടി. ഇതെന്തൊരു മനുഷ്യത്വമാണ്? ഇതൊക്കെയാണോ ഇവരെ ഈ മുതിർന്ന നേതാക്കൾ ഈ ചെറുപ്പക്കാരെ പഠിപ്പിച്ചു വിടുന്നത്? ഒരാളെ ഒതുക്കുക, തല്ലി ഒതുക്കുക, വധഭീഷണി നടത്തുക, എന്തൊക്കെയാണ് ഈ BJP എന്ന് പറയുന്ന പാർട്ടി ചെയ്യുന്നത്? അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കോക്രോച്ച് പാർട്ടി വന്നിട്ട് ആൾ കൂടിയില്ല, ഈ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പേ അവസാനിച്ചു, ചെറുപ്പക്കാരൊന്നും സഹകരണം ഉണ്ടായില്ല, ഇതൊക്കെ വെറും ഓലപ്പാമ്പാണ് എന്നൊക്കെ BJPയുടെ സൈബർ സെല്ല് അത് ശക്തമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ കണ്ടല്ലോ എന്തുമാത്രം ആൾക്കാരുണ്ട് ജയ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. ഇതുപോലെ ഓരോ സിറ്റികളിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് തടിച്ചു കൂടുന്നത് ഈ വ്യക്തിയെ കാണാനായിട്ട്. അയാളവിടെ വന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ മറിച്ച് ഉരുട്ടി താഴെയിടണമെന്നും പറയുന്നില്ല. നമ്മളുടെ ആവശ്യങ്ങൾ, നമുക്ക് നീതി വേണം, ന്യായം വേണം എന്നൊക്കെയല്ലേ പറയുന്നുള്ളൂ. പിന്നെ ഈ തല്ലിയവന്മാരെ അവന്മാർ ചത്തോയില്ലെന്ന് അറിയത്തില്ല, സംശയമാണ്. ആ പിള്ളേരെല്ലാം കൂടെ അവന്മാരെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. നാളെ അറിയാം എന്ത് സംഭവിച്ചു.